എൻ്റെ കയ്യിൽ ഇന്ന് കുറച്ച് ഇതുണ്ട്, എന്തോ കൈതച്ചക്ക, പൈനാപ്പിൾ, അത് വെച്ചിട്ട് മോര് കാച്ചാമെന്ന് വിചാരിച്ച്. എനിക്കിഷ്ടമാണ് പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചുന്നത്. ഇതിനകത്ത് ഒരു പച്ചമുളക് ഇങ്ങനെ കീറിയിടാം. പിന്നെ ഒരു 2 സ്ലൈസ് ഉണ്ട് കട്ട് ചെയ്തുകൊണ്ട്. കുറച്ച് മുളക് പൊടി, ശകലം മതി കേട്ടോ, ഒരു 1/4 സ്പൂണ്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു 3 പിഞ്ചോളം. എന്നിട്ട് നമുക്കിത് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം, ഒത്തിരി വേണ്ട, ശകലം. നമുക്കൊന്ന് അടുപ്പ് എന്നിട്ട് വേവാൻ വെക്കണം. ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മളിതിനകത്ത് എണ്ണയൊക്കെ ചേർത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടി, മുളക് പൊടി ജസ്റ്റ് ഇത് കഷ്ണിച്ചിട്ട് ക്യൂബാക്കിയിട്ടോ എന്തെങ്കിലും അതും കൂടെ ചേർത്ത്, ഇത് ഒത്തിരി അങ്ങ് വെന്തങ്ങ് പോകണ്ട, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. ഉപ്പ് ചേർത്തിട്ടില്ല. ഇത് തിളച്ചിട്ടുണ്ട്. ഇതൊരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കഴിക്കാം. ഇപ്പം ഇതിപ്പം കുറച്ച് ശകലം വെന്തിട്ടുണ്ട്. ഒത്തിരി ഒന്ന് വെന്ത് കുഴന്താക്കി പോകുന്നു വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നമുക്കിത് മറ്റേ അടുപ്പിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിനൊന്ന് കടുക് പൊട്ടിക്കണം. നമ്മളൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇത് മോര് ചേർക്കത്തില്ല കേട്ടോ, കാരണം അത് ചൂടായതുകൊണ്ടല്ലെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ഇതിനകത്ത് കാട് ചേർക്കത്തുള്ളൂ. ആ സമയത്ത് നമുക്ക് കടുക് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം. ഇപ്പോൾ മസ്റ്റാർഡാണ് ചേർത്തത്. അതൊന്ന് സ്പ്ലട്ടർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ, കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിച്ചിരി ഫെനുഗ്രീക്ക് ഉലുവ ചേർക്കാം. ഒത്തിരി വേണ്ട, കയ്പ്പ് വരും. ഒരു നല്ലൊരു പിഞ്ച്. ഏകദേശം ഇത്രയും മതിയാവും. നമുക്ക് ഇത്രയും ഒരു ക്യുമിൻ സീഡ്സ്, അരച്ചിരി, രണ്ടായിട്ട് മുറിച്ചിട്ട് പിന്നെ നമുക്ക് ജിഞ്ചർ ഒരു ശകലമേ ഉള്ളൂ, ഒരു എന്താ പറയുന്ന ഒരു 1/2 ഇഞ്ച്. അതുപോലെ ഒരു ഗാർലിക്ക് ഒരു 2 ക്ലോവ്സ് ഉണ്ട്. പിന്നെ ഇത് ഷാലറ്റാണ്, ചെറുള്ളി. മറ്റേ നമ്മുടെ ഒനിയൻ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ലപോലെ മൂപ്പിക്കണം. നമുക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്റ്റെം കറിവേപ്പിലുണ്ട്, കറി. ഇത്
പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ റെസിപ്പി ഒന്നും ചെറിയ ഇത് പെട്ടെന്ന് റെഡി ആവുകയും ചെയ്യും. പൈനാപ്പിൾ ചേർക്കുമ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ട്. ഇതൊന്നുകൂടെ കഴിക്കുമ്പോൾ ഒന്ന് മൂക്കട്ടെ. ഈ സമയത്തുണ്ടല്ലോ ഇത് മൂക്കുമ്പോൾ നമുക്ക് മറ്റേ നമ്മൾ വാങ്ങി വെച്ചില്ലേ അതിനകത്ത് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കേട് ചേർക്കാം. ഇത് പുളിയില്ലാത്ത കേടാണ്. ഇത് ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്ത് വെച്ചതാവും നേരത്തെ. ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഫ്ലെയിം ഇല്ല കേട്ടോ, ഫ്ലെയിം ഓഫാണ്. നമ്മൾ അങ്ങോട്ട് അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഇപ്പം നല്ലപോലെ മൂച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു ശക്കല മഞ്ഞൾപ്പൊടിയിലൊരു കുറവുണ്ട്. നമുക്കിതിനകത്ത് ചേർക്കാം. ഇച്ചിരി മതി, ഒരു നല്ലൊരു പിഞ്ച് മതി, 5 ഇഞ്ച്. ഇത് നല്ലപോലെ മൂച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതും ചൂടോടുകൂടി നമുക്ക് അതിനകത്ത് ഒഴിക്കാൻ പറ്റത്തില്ല. ചൂടോടെ അല്ല, ഇത് കൂളായിട്ട് പിന്നെ നമുക്ക് ചേർക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ചൂടോടെ ചേർത്താൽ തൈര് ഇതായി പോകും. ഫ്ലെയിം ഓഫ് ചെയ്ത് വെയിറ്റ് ചെയ്യാം. ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമുക്ക് നമ്മൾ കടുക് വറുത്ത് വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇതിൻ്റെ ആ ഒരു എണ്ണ നല്ല തിളച്ച് നിൽക്കുമ്പോൾ ഒഴിക്കരുത്. ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് ഇതിങ്ങോട്ട് മാറ്റാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പം നമുക്ക് ഉപ്പ് ചേർക്കാം. ഏറ്റവും ലാസ്റ്റ് ചേർത്താൽ മതി ഉപ്പ്. ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ഇളക്കിയിട്ട് അതിൽ നമുക്ക് ഉപ്പും ചേർക്കാം. ഇത് തിളയ്ക്കൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കിയാൽ മാത്രം മതി. നമ്മുടെ ടേസ്റ്റിന് നോക്കിയിട്ട് അനുസരിച്ച് ചേർക്കണം. ഇങ്ങനെ ഇളക്കി ഇളക്കി തിളച്ച് പോകരുത്, ബോയിലാവരുത്. കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കിയിട്ട് ഈ കൈയുടെ ഇവിടെ ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ചൂട് പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ പാകം. അന്നേരം ഓഫ് ചെയ്യണം. നമുക്കൊന്ന് കയ്യിലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. കണ്ടോ, ഈ ചൂട് മതി. ഇത് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുത്താൽ മതി, ഹീറ്റായാൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇട്ട് മോര് കാച്ചത് റെഡിയായി. നല്ല ദഹിക്കുകയും ചെയ്യും. അങ്ങനൊരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറും. നമ്മളിതിനകത്ത് വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും തേങ്ങയോ അങ്ങനെ അരച്ചോ ഒന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് ഇതിട്ട് മോര് കാച്ചി. അങ്ങനെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല ടേസ്റ്റാണ്. ഇതിന് പൈനാപ്പിളിൻ്റെ ഫ്ലേവറും പിന്നെ ഡൈജഷനും എല്ലാത്തിനും നല്ലതാണ്. പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മോരെല്ലാവരും കാച്ചുന്നതാണല്ലോ, അതുപോലെ തന്നെ മോര് തിളച്ച് പോകരുത്. ഇതൊരു ലൂക്ക് വാം ആകുമ്പോഴത്തേക്ക് നമുക്ക് കൈയുടെ തണ്ടിൽ ഒഴിച്ചു എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത്രയും ചൂടേ ആകാവുള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് റെഡിയായി.